പുരാതനങ്ങളായ ക്ഷേത്രങ്ങൾ കൊണ്ട് ഏറെ സമ്പന്നമായ നാടാണ് പാലക്കാട്. വിശ്വാസങ്ങളിലും ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഇവിടുത്തെ ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. എടുത്തു പറയുവാൻ ഒരുപാട് ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുവേഗപ്പുറ ക്ഷേത്രം. തൂതപ്പുഴയുടെ തീരത്ത് ഒരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ ഗാംഭീര്യത്തോടും കൂടി തല ഉയർത്തി നിൽക്കുന്ന ഈ ക്ഷേത്രത്തിന് പ്രത്യേകതകൾ ഒരുപാടുണ്ട്. തിരുവേഗപ്പുറ ശിവ ശങ്കരനാരായണ മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥ പേര്. ശിവൻ, പാർവതി ദേവി, വിഷ്ണു, ശങ്കരനാരായണൻ എന്നീ ദേവതകളാണ് പ്രധാന മൂർത്തികൾ. ഒരു ക്ഷേത്ര മതിലിനുള്ളിൽ 3 ശ്രീകോവിലുകളും 3 കൊടിമരങ്ങളും തുല്യ പ്രാധാന്യത്തോടെ ആരാധിക്കുന്ന ക്ഷേത്രം എന്നൊരു പ്രത്യേകത കൂടെ ഈ ക്ഷേത്രത്തിനുണ്ട്. തിരുവേഗപ്പുറ ക്ഷേത്രത്തെ സംബന്ധിച്ച് ഒരുപാട് കഥകൾ പ്രചാരത്തിലുണ്ട്. അതിലൊന്ന് ഗരുഡനുമായി ബന്ധപ്പെട്ടതാണ്. ലോകപരിപാലകനായ വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡന് പണ്ട് പാലാഴി മദനത്തിനായി മന്ധരപർവ്വതം വഹിച്ചു കൊണ്ടുവന്നതിനാൽ ഉണ്ടായ ക്ഷയരോഗവും നിരന്തരം സർപ്പങ്ങളെ ഭക്ഷിച്ചതിനാൽ സർപ്പകോപം ബാധിച്ച് അഗാധമായ ത്വക്ക് രോഗവും അസഹ്യമായ വേദനയും പ്രദാനം ചെയ്തപ്പോൾ രോഗമുക്തിക്കായി ഗംഗയിൽ ചെന്ന് അവിടുത്തെ നദിയിലെ ജലാന്തർഭാഗത്ത് ആഴ്ന്നു കിടക്കുന്ന 2 ശിവലിംഗങ്ങളെടുത്ത് അതിലൊന്ന് ആദിത്യപുരത്തും മറ്റൊന്ന് പുണ്യനദിയായ കുന്തിപ്പുഴയുടെ തീരത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൻ്റെ തെക്ക് പ്രതിഷ്ഠ ചെയ്ത് നദീജലത്തിൽ അഭിഷേകം നടത്തുവാനും അവിടെ പ്രാർത്ഥന ചെയ്യുവാനും നിർദ്ദേശിച്ചു. ഇപ്രകാരമുള്ള ബ്രഹ്മവചനം ശിരസാ വഹിച്ച ഗരുഡൻ ആ ശിവലിംഗം ആദ്യം കൊണ്ടുവന്ന് വെച്ചത് ഈ ക്ഷേത്രത്തിൻ്റെ തെക്ക് അഗ്രശാലയുടെ വടക്കു ഭാഗത്ത് കാണുന്ന കുണ്ടത്തിൻ്റെ സ്ഥാനത്താണത്രേ. തുടർന്ന് അഭിഷേകവും പൂജയും ചെയ്തതിന് ശേഷം ഗരുഡൻ വേഗത്തിൽ പറന്നുപോയി എന്നാണ് ഐതിഹ്യം പറയുന്നത്. പിന്നീട് ബഹുമാന സൂചകമായി തിരു എന്നും വേഗം പറന്നതിനാൽ വേഗവും, ഇങ്ങനെ വേഗവും പുരവും ചേർന്ന് തിരുവേഗപ്പുരവും പിന്നീട് തിരുവേഗപ്പുറയും ആയി എന്നാണ് ഐതിഹ്യം പറയുന്നത്. ഗരുഡൻ വേഗത്തിൽ പറന്നപ്പോൾ ചിറകഗ്രം തട്ടി ശിവലിംഗത്തിൻ്റെ പീഠത്തിൽ വടക്കോട്ട് ചെറിയ ചരിവ് സംഭവിച്ചു. ആ ചരിവ് ഇപ്പോഴും സ്പഷ്ടമാണ്. എന്തായാലും പ്രതിഷ്ഠ നടത്തി പൂജയും അഭിഷേകവും ചെയ്ത ഗരുഡൻ രോഗമുക്തനുമായി. ഋഷിമാരാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതാണ് ഇവിടുത്തെ വിഷ്ണു വിഗ്രഹം എന്നാണ് വിശ്വാസം. ഉജ്ജ്വല വൈഷ്ണവ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ചതുർബാഹുവായ വിഷ്ണു വിഗ്രഹമാണ് ഇവിടുത്തേത്. പരമാചാര്യനായ ശ്രീ ശങ്കരാചാര്യ സ്വാമികൾ ഇതുവഴി യാത്ര ചെയ്യവേ ഒരേ ക്ഷേത്ര മതിലിനകത്തു തന്നെ വിഷ്ണുവിൻ്റെയും ശിവൻ്റെയും ശ്രീകോവിലുകൾ കണ്ട് സംതൃപ്തനായി. അദ്വൈത സിദ്ധാന്തത്തിൻ്റെ മൂർത്തരൂപമായി കൽപ്പിച്ച് ശങ്കരനും നാരായണനും ചേർന്ന് ശങ്കരനാരായണ മൂർത്തിയെ മധ്യത്തിലായി പ്രതിഷ്ഠ ചെയ്തു. ഈ നാട്ടിൽ അക്കാലത്ത് നിലനിന്നിരുന്ന സന്താന ദൗർബല്യത്തിന് ഒരു പരിഹാരം കൂടിയായിരുന്നു ഈ പ്രതിഷ്ഠ. 3 ദേവന്മാരെ കൂടാതെ 4 അമ്പലത്തിൻ്റെ അകത്തു തന്നെ ശിവന്റെ ശ്രീകോവിലിന് തെക്കായി ഗണപതി, ദക്ഷിണാമൂർത്തി, നന്ദികേശൻ എന്നിവരെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഭക്തകവി പൂന്താനത്തിന് ശ്രീ ഗുരുവായൂരപ്പൻ ഈ ക്ഷേത്രത്തിൽ വെച്ചാണത്രേ ദർശനം നൽകിയത്. മഹാക്ഷേത്രോചിതമായ പ്രൗഢിയോടെയും പ്രശാന്തതയോടെയും കുന്തിപ്പുഴയുടെ പുണ്യതീരത്ത് വിരാജിക്കുന്ന തിരുവേഗപ്പുറ ശ്രീ മഹാക്ഷേത്രം ആത്മീയ ശാന്തിയെയും ഭക്തർക്ക് സുഖത്തെയും പ്രദാനം ചെയ്തുകൊണ്ട് ശോഭിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ദിവസങ്ങൾ ശിവന് കുംഭമാസത്തിലെ മഹാശിവരാത്രിയും വിഷ്ണുവിന് ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയും ശങ്കരനാരായണ സ്വാമിക്ക് ഉത്രനക്ഷത്രവുമാണ്. കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രവും. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ പട്ടാമ്പി വളാഞ്ചേരി ദേശീയപാതയിൽ നിന്നും ഏകദേശം 500 മീറ്ററിൽ താഴെ മാത്രമേ ദൂരമുള്ളൂ.